നമസ്കാരം. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ അല്ലെങ്കിൽ ഒരു മതത്തിലോ വിശ്വസിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ ഈ ഇടുന്ന വീഡിയോ ഒരു രാഷ്ട്രീയ പോസ്റ്റായോ മത പോസ്റ്റായോ കാണരുത്. എനിക്ക് എന്തോ ഇതിൽ പറയുന്ന ആളുകളുടെ സംഭാഷണം വളരെയധികം ഇഷ്ടപ്പെട്ടു. പള്ളി പണിതലോ പള്ളി പൊളിച്ചാലോ അല്ലെങ്കിൽ പള്ളി പൊളിച്ചാലോ ഇതൊന്നും അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളുമല്ല, അതെൻ്റെ വിഷയമല്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഈ സംഭാഷണം എന്തോ ഒരു അനുഭവക്കുറിപ്പ് എന്നുള്ള രീതിയിൽ മാത്രം കാണുക എന്നുള്ളൊരു അപേക്ഷയോട് കൂടിയിട്ട് സമർപ്പിക്കുന്നത്. ആ ഒരു സമയത്ത് 1522 ആണ്ടില് മുഗളന്മാരുടെ ആക്രമണം കൊണ്ട് ഒരുപാട് ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. ആ കൂട്ടത്തിൽ നമ്മുടെ അയോധ്യയിൽ തകർക്കപ്പെട്ടു. അന്ന് ബാബർ ഈ സമയത്ത് ബാബറുടെ പടനായകനായ മീർബക്കി എന്ന് പറഞ്ഞ പടനായകൻ രാജാവിൻ്റെ പ്രീതിക്ക് വേണ്ടി ആ ക്ഷേത്രം കൊള്ളയടിച്ച് നശിക്കപ്പെടുകയാണ്. ആ ക്ഷേത്രം വീണ്ടെടുക്കുന്നതിന് വേണ്ടി 72 പ്രാവശ്യം ഇവിടെ നാട്ടുരാജാക്കന്മാർ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞത്. 72 തവണ ഒരുപാട് വ്യക്തികൾ ദൈവത്യാഗം ചെയ്തിട്ടുണ്ട്. ഭഗവാനെ വിളിച്ച് കരയാതെ നിവൃത്തിയില്ല, പെടാളില്ല. അപ്പൊ ഇവര് വന്ന് മുഗളന്മാർ വന്ന് ആക്രമിക്കുക എന്നുള്ളത് കേൾക്കുക, അല്ലെങ്കിൽ നമ്മളത് പറഞ്ഞ് ചെയ്ത് കരയുക, ഭഗവാനെ വിളിച്ച് കരയാൻ മാത്രം വന്ന് സംഘടിതമായ ചിന്താഗതി ഉണ്ടായിരുന്നില്ല. അങ്ങനെ 500 വർഷത്തിലധികമായിട്ട് ഈ രാമക്ഷേത്രം വീണ്ടെടുക്കുന്നതിന് വേണ്ടി ത്യാഗങ്ങളും സമരങ്ങളും നടന്നുകൊണ്ടിരുന്നു. 1992 കാലഘട്ടത്തിൽ അത് ആ പറമ്പ് ഭൂമി അവിടെ നശിക്കപ്പെടുകയാണ്, അഭിമാനം കാക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതിനുശേഷം അന്ന് ആ തകർക്കപ്പെട്ടു. അടുത്ത ഒരു ശ്രീരാമൻ്റെ ക്ഷേത്രം ഉയരണം എന്നൊരു ആഗ്രഹം അന്നത്തെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച സമയത്ത്, സന്യാസിമാരുടെ ട്രസ്റ്റ് രൂപീകരിച്ച സമയത്ത് അതിനെല്ലാവരും ക്ഷേത്രം പണിയാനത്തായി അടുപ്പായി. 2000 കോടി രൂപയാണ് അന്ന് ക്ഷേത്രം പണിതിന് വേണ്ടി ചെലവ് കണക്കാക്കിയത്, 2000 കോടി രൂപ. അപ്പോൾ ആ സമയത്ത് അന്ന് കുറേ കോർപ്പറേറ്റുകൾ പറഞ്ഞു ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങൾ കാശ് ചെയ്യാൻ കുറേ മലയാളിമാർ തയ്യാറായി. പക്ഷേ അന്നത്തെ ആ ചെയ്യാൻ പോകുന്ന ട്രസ്റ്റിൻ്റെ ഉടമസ്ഥർ പറഞ്ഞ വേണ്ട, ഇവിടുത്തെ ഓരോ ഹിന്ദുവിൽ നിന്നും 10 രൂപയെങ്കിലും മിനിമം വാങ്ങിയിട്ട് വേണം ക്ഷേത്രം പണിയാൻ എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ ആ പൈസ 4800 കോടി രൂപ അന്ന് ഓരോ ഹിന്ദു ഭവനിൽ നിന്ന് പിരിച്ചെടുക്കുന്നതായി. 4800 കോടി രൂപ. നമുക്കെല്ലാവരും അഭിമാനിക്കാം, 32 വർഷം മുന്നേ ഒരു 1060 രൂപ നമ്മുടെ തൃക്കൂറിൽ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. 1060 രൂപ ഞാൻ പിരിച്ചു കൊടുത്തിട്ടുണ്ട്, 1060 രൂപ ട്രസ്റ്റിലേക്ക് വേണ്ടി. അപ്പം നമുക്ക് അഭിമാനിക്കാം, ക്ഷേത്രം പണിയിലേക്ക് തൃക്കൂരുകാരുടെ കല്ലൂരുകാരുടെ ഒരു 1060 രൂപ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ആ UP ഗവൺമെൻറ്റിന് 1 രൂപ പോലും ആ ക്ഷേത്രം പണിയാൻ വേണ്ടി ചിലവായിട്ടില്ല. നരേന്ദ്രമോദിക്ക് ചിലവായിട്ടില്ല, UP യോഗി ആദ്യം ചിലവായിട്ടില്ല. മനസ്സിലായ നമ്മുടെ ഓരോ ഹിന്ദുവിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെ ഒരു വെളിച്ചാണ് അവിടെ കാണുന്നത്. എല്ലാവർക്കും അഭിമാനിക്കാവുന്ന വിഷയമാണ്. എന്തായാലും ആ സഹനത്തിൻ്റെ ഒരു ദൃക്സാക്ഷി നമുക്കിന്നിവിടെ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അതായത് ഒരുപാട് കർസേവകർ അവിടെ ത്യാഗം ചെയ്തിട്ടുണ്ട്, ജീവാഹാദി ഇതിനു വേണ്ടി, ആ രാമരാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി, നമ്മളെ സത്യം കൊല്ലുന്നതിന് വേണ്ടി. എന്തായാലും നമുക്ക് ആ കർസേവയിൽ പങ്കെടുത്ത നമ്മുടെ ഒരു സഹോദരൻ എന്നിവിടെ ഉണ്ട്. അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും കൂടി അതിൽ ദൃക്സാക്ഷി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശിവദാസ് ആളൊരു പൊന്നാട്. എല്ലാവർക്കും നമസ്കാരം. ജയ് ശ്രീറാം. ജയ് ശ്രീറാം. ഇതിൻ്റെ ഇത് തുടങ്ങിയത് 1983 വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഇതിൽ ഡൽഹിയിൽ വെച്ച് യോഗം ചേർന്നത്. 3 ക്ഷേത്രങ്ങളാണ് നമ്മൾ അന്ന് കണക്കൂട്ടി വെച്ചാൽ, ഒന്ന് മധുര, അയോധ്യ, കാശി. ഇന്ന് മധുരയിൽ നമ്മൾ പോവുകയാണെങ്കിൽ, പോയിട്ടുള്ള അറിയില്ല എനിക്ക്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി ഭാഗം അമ്പലം, പകുതി ഭാഗം മസ്ജിദാണ്. നന്ദികാഴ്ചനെ തുടങ്ങണമെങ്കിൽ തന്നെ നമ്മൾ ഇവിടെ നിന്ന് മസ്ജിദിൻ്റെ ഉള്ളിലേക്കാണ് തൊടാം. അങ്ങനെ 3 ക്ഷേത്രമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുത്തത് അയോധ്യയാണ്. ഈ അയോധ്യയിൽ അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചതല്ല കർഷക. 1983 തുടങ്ങിയിട്ട് എങ്ങനെ തുടങ്ങണം, എങ്ങനെ എന്ത് വേണം, നമുക്കെല്ലാവരും ഇതിലാണ്. അങ്ങനെ 1983-89 ആദ്യമായിട്ട് അയോധ്യയിൽ ശിലാന്യാസം നടന്നത്, തറക്കല്ലിട്ടത്. അവിടുന്ന് പിന്നെ തീരുമാനിച്ചു നമ്മൾ എല്ലാ സ്റ്റേറ്റിലും എല്ലാ രാമഭക്തന്മാരും തോന്നാറില്ല, അതിനെന്ത് വേണമെന്ന് ആലോചിച്ചപ്പോഴാണ് 1990 രഥയാത്ര സംഘടിപ്പിച്ചു. അപ്പോൾ അതിൽ ആര് നയിക്കും അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് അദ്ദേഹമാണ് അന്ന് രഥയാത്ര നടത്താൻ ഉദ്ദേശിച്ചത്. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്റ്റേറ്റിലും അദ്ദേഹം കറങ്ങി. ഭയങ്കര സ്വീകരണം, എവിടെ നോക്കിയാലും അന്ന് ഉള്ള പഴയ ആൾക്കാർക്ക് അറിയാൻ പറ്റും. ജയ് ശ്രീറാം എന്നുള്ള വിളി മാത്രമേ കേരളോ, നമ്മുടെ നമസ്തേക്ക് പകരം ജയ് ശ്രീറാമാണ് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ജയ് ശ്രീറാം വിളി മുഴുങ്ങി നമ്മുടെ ബീഹാറിലേക്ക് കിടക്കണം നമ്മുടെ രഥയാത്ര.
സമസ്തിപൂരെത്തി. ആ സമയത്താണ് എല്ലാ രാഷ്ട്രീയക്കാരും നമുക്കെതിരാണ്. അങ്ങനെ ബീഹാറിലേക്ക് കടന്ന വഴിക്ക് സമസ്തിപൂരെത്തി LK അദ്വാനി ഒരു ദിക്കിൽ വിശ്രമിക്കായിരുന്നു. വെളുപ്പിന് 3 മണിക്കാണ് ഇദ്ദേഹത്തിൻ്റെ വാതിൽ മുട്ടിയിട്ട് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പെട്ടെന്ന് ആർക്കൊന്നും മനസ്സിലായില്ല. നോക്കിയപ്പോൾ അദ്വാനിനെ അറസ്റ്റ് ചെയ്ത് പെട്ടെന്ന് കൊണ്ട് പിന്നീടാണ് അറിയുന്നത്. പിറ്റേ ദിവസം കുറേ ഹർത്താലുകളും കാര്യങ്ങളും അതൊക്കെ നടന്നു. അങ്ങനെ പിന്നെ ചിന്തിക്കുമ്പോഴാണ് ഇതിന് എന്താണ് ചെയ്യേണ്ടത്. ഇതിവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കോടതി വിധി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഇത് തകർത്തന്നെ പറ്റുമോ. അങ്ങനെയാണ് ഒക്ടോബർ 23 1990 ഒക്ടോബർ 23 കർഷകർ നിശ്ചയിക്കുന്നത്. അങ്ങനെ ഇതിലേക്ക് തയ്യാറായിട്ടുള്ള ആൾക്കാർ വരാൻ പറഞ്ഞു. ഇത് ആരും പെട്ടെന്ന് തയ്യാറാവുന്ന സാധനമല്ല. അപ്പോൾ അനവധി പേര് നമ്മുടെ പ്രവർത്തകർ വന്നു. ഇവിടുന്ന് 15 പേരാണ് ഉദ്ദേശിച്ചത്. 15 പേരില്ല, 15 പേര് വന്നുള്ളൂ. അപ്പോൾ ഇവിടുന്ന് തൃശ്ശൂർ ഭാഗത്തുനിന്ന്, തൃശ്ശൂർ പഞ്ചായത്തിൽ തന്നെ ഞാൻ മാത്രമല്ല, ബാക്കി മണ്ണുത്തിയിൽ നിന്നും അവിടെ നിന്ന് ഞങ്ങൾ 15 പേര് ഞങ്ങൾ വലിയൊരു വരാൻ പറഞ്ഞു. അവിടെ എത്തിയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഇത് കർസേവയാണ്, അല്ലാണ്ട് ഉത്തർപ്രദേശ് കാണാൻ പോണതല്ല, ടൂറ് പോണതല്ല, നമ്മുടെ കൈകാലം നഷ്ടപ്പെടും, വികലാംഗനാവും, ചിലപ്പോൾ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല, ബോഡി വരെ നമുക്ക് വീട്ടിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ഒരു മക്കളുള്ളെങ്കിൽ, അമ്മയ്ക്ക് അച്ഛനൊരു മക്കളുള്ളെങ്കിൽ ആരും വരണം. അപ്പോൾ അത് കരുതി കൂട്ടി തന്നെ പോണത്, തകർക്കാൻ കരുതി കൂട്ടി തന്നെ പോണത്. അങ്ങനെ ഒരാളും മാത്രം ഇതിന് പിൻവാങ്ങി, ബാക്കി 14 പേര് തയ്യാറായി. അപ്പോൾ ഞാനും അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് അറിഞ്ഞ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ട്രെയിൻ യാത്ര ചെയ്യാണ്. അങ്ങനെ ചെന്ന് ഝാൻസിയിലെത്തി. മധ്യപ്രദേശിനടുത്ത് ഝാൻസി എത്തുമ്പോഴേക്കും ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. എന്താണെന്ന് നമുക്ക് സംഭവിക്കണമെന്ന് അറിയില്ല. ട്രെയിൻ പിടിച്ചിട്ടുണ്ട്, ട്രെയിൻ പോകുന്നില്ല. ആകെ എന്താ സംഭവം നമുക്ക് മനസ്സില്ല. നമുക്ക് 125 സമയത്തുള്ളൂ. അവിടെ ചെന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഭീകരന്മാരെ തോക്കും കൊണ്ട് നിൽക്കുന്നില്ലേ, അതുപോലെയാണ് നമ്മൾ തലയ്ക്ക് തോക്കും വെച്ച് നിൽക്കുന്നത്. എനിക്കൊന്നും മനസ്സിലായില്ല എന്താ സംഭവം. ഞാൻ വെച്ചാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്. ചുറ്റും പോലീസും BSF മിലിറ്ററിക്കാരനെ കംപ്ലീറ്റ് പറഞ്ഞു, നിങ്ങൾ അറസ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് ഞങ്ങൾ പോകാൻ പറ്റില്ല. ഞങ്ങളുടെ മനസ്സ് ഭയങ്കര വിഷമമായി. എങ്ങനെയും ചാടി പോകണമെന്ന് ചോദിച്ചാൽ അവർ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് രക്ഷയില്ല. അപ്പോൾ നമ്മുടെ മുകളിൽ നിന്ന് ഓർഡർ വന്നു, നിങ്ങൾ ഇവരെവിടേക്കാണ് പിടിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞ് ഓർഡർ വന്നവരാണ്. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. ഇതുപോലെ ആന്ധ്രയിൽ നിന്നും പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ട്, പല വിവിധ സ്ഥലങ്ങളിലും കൂടിയിട്ടുണ്ട്. നമ്മുടെ അനിയൻ വരെ ബോംബെയിൽ നിന്ന് വന്നിട്ടുണ്ട്. അവർ മഹാരാഷ്ട്രയിലാണ് എൻ്റെ അനിയൻ. ആൾ വരുന്നത് ആളതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ മതിലൂർ സിനിമ തന്നെയാണ്. ഞാനവന് അന്ന് മൊബൈലില്ല, ഒരു സാധനമില്ല, മീഡിയകളില്ല, ഒന്നുമില്ല. ഇത് കഴിഞ്ഞിറങ്ങിയപ്പോൾ കുറേ ദിക്കിൽ വെള്ളം വെച്ചിട്ടുണ്ട്, മുസ്ലിം സ്ത്രീകളെന്ന് വെച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ വല്ല വിഷം കലക്കി വെച്ചിട്ടുണ്ടാവുമോ, വല്ല വയറിളക്കം ഉണ്ടാവുമോ. അപ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു. വേറെ ഒന്നുമില്ല നമ്മുടെ കയ്യിൽ, ഭക്ഷണമില്ല, ഒന്നുമില്ല. മധ്യപ്രദേശിൽ നിന്ന് കുറച്ച് ചോളം കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങൾ കൈ വെച്ചോളാം, ചിലപ്പോൾ നിങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലും വാരി കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കംപ്ലീറ്റ് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഞാൻ പറഞ്ഞു, ഹിന്ദി അറിയുന്ന ഒരാളോട് പറഞ്ഞു, നമുക്കറിയില്ല. അപ്പോൾ എന്താ ഇവരോട് ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ ഞങ്ങൾക്കിതിൽ യാതൊരു വിഷമമില്ല, ഇത് ക്ഷേത്രമാണെന്ന് ഞങ്ങൾക്കറിയാം, എല്ലാം അറിയാം, ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇതുണ്ടാക്കിയാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ അവിടെ ജയിലിലടച്ചു. പിറ്റേ ദിവസം ഞങ്ങൾക്കൊന്നുമില്ല, പട്ടിണിയാണ് ഞങ്ങൾ, ഭക്ഷണമൊന്നുമില്ല. ഭക്ഷണം കൊണ്ടു വരാനൊക്കെ പുറത്തുനിന്ന് ആൾക്കാരും അതിൻ്റെ ഏർപ്പാടൊക്കെ ചെയ്തപ്പോഴേക്കും അവിടെ ബ്ലോക്ക് ചെയ്തു. ഒരു ബസ്സില്ല, കാറില്ല, സൈക്കിളില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് ഇങ്ങനെ കണ്ട ഒരു ഒന്നുമില്ല. എന്നിട്ട് അങ്ങോട്ട് എത്താൻ പാടില്ല, നമ്മൾ അവിടെ എത്താൻ പാടില്ല എന്നുള്ള എത്തിക്കണം. ഒരു ഉറുമ്പിനെ പോലും അയോധ്യ ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് എത്തിയില്ലെന്ന് നിർബന്ധമാണ്. കംപ്ലീറ്റ് BSFും പോലീസും നിറച്ച് വേലി കെട്ടിയേക്കണം, ചുറ്റും അയോധ്യയുടെ ചുറ്റും മുള്ളുവേലി കെട്ടിയേക്കണം. ഈ പാകിസ്ഥാൻ ഇന്ത്യയുടെ നിർത്തിയിട്ടാണ് ഒരാളങ്ങനെ കടക്കണേ അത്ര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെ ഭയങ്കര വിഷമം. ഞങ്ങൾ ചാടി പോകാൻ നോക്കിയപ്പോഴേക്കും രക്ഷയില്ല. ഇതിനിടയ്ക്ക് ഞങ്ങളെ പോലീസ് ഇത്രയും BSF കൂടി വളയാനുള്ള കാരണം നമ്മുടെ മലയാളികൾ അവിടെ നമ്മളെക്കാൾ മുന്നിൽ ചെന്നവരും പോലീസും തമ്മിൽ പ്രശ്നമുണ്ടായി. ഇത് ഞങ്ങളറിയില്ല. അപ്പോൾ അവിടെ ഓർഡർ കിട്ടി, കേരളത്തിൽ നിന്ന് വരുന്നവരും മുഴുവൻ ഭയങ്കര പ്രശ്നക്കാരാ, ഭീകരന്മാരാണെന്നുള്ളത് കണക്കൂട്ടിയത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് ഈ തോക്കും വെച്ച് ഞങ്ങൾ ഇറങ്ങി പിടിച്ചത്. അപ്പോൾ അങ്ങനെ ആ പിറ്റേ ദിവസം 11:30 കർഷകർക്ക് കയറണം, ഇത് നടന്നിരിക്കണം. എല്ലാവരും മനസ്സും ജയിച്ചു. നമ്മളെ പട്ടിണിയും പാടും ഇതൊന്നും ഞങ്ങൾ അറിയില്ല, വിശപ്പൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഒരു ദിവസം വിളിച്ച് ഇത്തിരി ചോറ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ഒരു കയ്യിൽ ഇത്തിരി ചോറ് തന്നു, ഇത്തിരി കറി തന്നു. അത് നമ്മൾ അമ്പലത്തിൽ നിന്ന് പ്രസാദമാരി കഴിച്ചു, അവിടെ കിടന്നു. വേറെ ഒന്നും ചിന്തയില്ല, ഇത് തന്നെ ഉള്ളൂ. ഒട്ട എത്തണം, എങ്ങനെ എത്തണം, എങ്ങനെ ചാടിപ്പോകണം, ഇത് മാത്രം നമുക്ക് ചിന്തയുള്ളൂ. അങ്ങനെ 11:30 പിറ്റേ ദിവസം 11 ഞങ്ങൾക്ക് എത്താൻ പറ്റാത്ത ഭയങ്കര വിഷമം. നമ്മുടെ പോലെ കണ്ണുമാന പ്രവർത്തനം ഇവരിന് ഉയർത്താൻ പറ്റിയില്ലെങ്കിൽ മോശമല്ലേ, അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ നടക്കില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ 11:11 നമ്മുടെ ആൾക്കാർ മുഴുവൻ ഒരു മാസം മുന്നേ
ഓരോ അവിടുത്തെ ഹിന്ദു വീടുകളിൽ ചെന്ന് 2 പേര് വീതം ഓരോ വീട്ടിൽ താമസിക്കണം. എൻ്റെ ചേട്ടനും എൻ്റെ ചേച്ചിയുടെ വന്നിട്ട് ഇതൊന്നും പോലീസുകാരറിയില്ല, അങ്ങ് ഇത് സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ കുറേ പേര് കാടിൻ്റെ ഉള്ളിൽ എത്രയും ബുദ്ധിമുട്ടിട്ടായിരുന്നത്. 11:30 സമയമായി. 11:30 സമയമായ ആ ടൈമിൽ എവിടെ നിന്ന് ആൾക്കാർ വന്നത് പോലീസുകാർക്കും മനസ്സിലായിട്ടില്ല, മിലിറ്ററിക്കാർക്കും മനസ്സിലായില്ല, ആർക്കുമില്ല. 10,000 കണക്ക് പേരാണ് പെട്ടെന്ന് ഇതിനുള്ളിൽ അരച്ച് കയറി പോകുന്നത്. ഇതിൻ്റെ മെയിൻ ആൾ അശോക് സിംഗാളി എന്ന ഒരാൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്താണ് ഏറ്റവും സ്റ്റഡി എടുക്കുന്നത്. അത് ജന ടി വി അതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റഡി എടുക്കുന്നത് അങ്ങനെയാണ്. പിന്നെ അവിടെ നടന്നത് എന്താണെന്നറിയില്ല. എല്ലാവരും കമ്പിവേലി ഇല്ല, ഒന്നുമില്ല. എല്ലാവരും ഇതിൻ്റെ മകരത്തിൻ്റെ മോളിൽ കറിയാൻ ഭയങ്കര പാടാണ്. ഒരു വീട്ടിലത്തെ 2 പേര് സഹോദരങ്ങൾ, അവരാണ് ആദ്യം എങ്ങനെ കയറിയെന്നല്ല, എങ്ങനെ പരിശീലനം നടത്തുന്നില്ല. അവരെൻ്റെ മുകളിലേക്ക് കയറി അപ്പനെ ഷൂട്ട് ചെയ്യാൻ ഓർഡർ കിട്ടി. അവർ 2 പേരെ വെടിവെച്ച് താഴെ ഇട്ടു. പിന്നെ 3 പേരോട് കയറി അവരെ ഷൂട്ട് ചെയ്ത് താഴെ ഇട്ടു. പിന്നത്തെ കഥ അവിടെ ദയനീയ സ്ഥിതിയാണ്. നമ്മുടെ പ്രവർത്തകരൊക്കെ മരിച്ചു വീണതിനൊന്നും കണക്കില്ല. സരയൂ നദിയിലാണ് കംപ്ലീറ്റ് ചടങ്ങുകൾ ഒഴുകി നടന്നത്. ഇന്ന് ഇടയ്ക്ക് കാണാൻ ടി വി കാണുകയാണെങ്കിൽ കുറേ പേരെ വെച്ച് പിടിച്ചുകൊണ്ടിരാണ്. ഇത് നമ്മുടെ പ്രവർത്തകരാണ്. എത്ര പേരായാലും മരിച്ചെന്ന് ഇന്നും അറിയില്ല. കാരണം കുറേ പേര് ഇന്നും കേരളത്തിൽ തിരിച്ചു വരാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ തീരുമാനിച്ചു നമ്മുടെ ഭാഗ്യത്തിന് അവിടുത്തെ ഉത്തർപ്രദേശിലെ ഇലക്ഷൻ വന്നു. നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു മന്ത്രിസഭ അവിടെ വന്നു. അപ്പോൾ 92 നമ്മൾ തീരുമാനിക്കുകയാണ് എന്ത് തന്നെ വന്നാലും ഇത് പൊളിച്ചു കളഞ്ഞില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ആ സമയത്താണ് 92 അവിടെ എത്ര മണിക്കെന്ന് പറഞ്ഞു പ്രസവ ഡിസംബർ 6-ാം തീയതി. ആ സമയത്ത് എന്തുണ്ടായി, എല്ലാവരും 3 ലക്ഷം പേരാണ് പങ്കെടുത്തത്. 3 ലക്ഷം അന്ന് അവിടെ അറസ്റ്റ് ചെയ്യാറില്ല, നമ്മളല്ല ഭരിക്കുന്നത്. എല്ലാവരും നേരത്തെ വരാൻ പറഞ്ഞു. ബാക്കി ട്രെയിൻ ബന്ധാക്കിയാലും ബാക്കി എന്തായാലും എല്ലാം വരെ 3 ലക്ഷം പേര് വന്നു. സ്വന്തമായി ടൈം എത്തി എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു. ബാക്കിയുള്ളവർ നിമിഷം നേരം കൊണ്ടാണ് സാധനം ഇത് നിലപ്പൊത്തിട്ട് താഴ്ച വന്നത്. JCB ഉണ്ടെങ്കിൽ ഒരാഴ്ച എടുക്കും. അത്ര നേരം സമയമില്ല, അത്ര ആവേശമാണ്. അത് കഴിഞ്ഞപ്പോഴാണ് കല്യാൺ സിംഗ് വിളിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നടത്താൻ. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ വിഗ്രഹം എന്ത് ചെയ്യും? അപ്പോഴാണ് എല്ലാവരും ആയിരിക്കും ഇതെന്ത് ചെയ്യും, ഇത് അവിടെ അത് വിഗ്രഹം വെച്ചില്ലെങ്കിൽ പൂജിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നടക്കില്ല. പിന്നെ അത് അതുപോലെ കിടക്കുള്ളൂ. ഉടനടി നമുക്ക് വേണ്ട ആൾക്കാരുമില്ല, ഈ പണി അറിയുന്ന ആൾക്കാരാവുന്നു. എവിടെ നിന്നോ കട്ടയൊക്കെ വരുത്തി ചെറിയൊരു ഇതൊക്കെ കെട്ടി വിഗ്രഹം അവിടെ വെച്ച് പൂജ ചെയ്ത് അവിടെ നിന്നിറങ്ങി. ഉടൻ തന്നെ കല്യാൺ സിംഗ് രാജി സമർപ്പിക്കണം. എനിക്ക് അതിനിടയ്ക്ക് ഇങ്ങനെ കോടതിയിൽ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും നശിപ്പിക്കരുത്. അപ്പം ഇങ്ങനെ ഒരു പുല്ല് പോലും അവിടെ പോവില്ല, ഇങ്ങനെ അറിയാൻ പോകുന്നുള്ളത്. ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഭരണമല്ല പ്രശ്നം, ഭരണം ഞങ്ങൾക്ക് വേണ്ട, ഇതന്നെയാണ് വിഷയം. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും നമുക്ക് ഇത്രയും പെട്ടെന്ന് ഇതിന് വിധി ഉണ്ടാവാനും ഭാഗ്യത്തിന് അവിടെ കോടതിയിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും കൊടുക്കുന്ന കടലാസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉദ്ഘാടനം നടത്താൻ പറഞ്ഞു. അപ്പോൾ കോഴിക്കോട്ടുള്ള മുഖമെന്ന് പറഞ്ഞ ആളാണ് നിശ്ചയിച്ചത്. ഞാൻ ചോദിച്ചത് എന്തുണ്ടാവുക, എവിടെ നോക്കിയാലും കുഴിയെത്തി കഴിഞ്ഞാൽ അവിടുത്തെ വിഗ്രഹങ്ങളാണ് കാണുന്നത്. ലക്ഷ്മണൻ്റെയും സീതയുടെയും ഹനുമാൻ്റെയും ഇതാണ് കാണുന്നത്. അപ്പോൾ വേഗം ഇങ്ങനെ റിപ്പോർട്ട് എഴുതി കൊടുത്തു. ഇങ്ങനെ വീട്ടിലേക്ക് വന്നു കേട്ടോ, നമ്മൾ നിശ്ചയമായിട്ട് നിങ്ങൾ അവരുടെ സൈഡിൽ നിന്ന് ആൾ പറയും ഞാൻ കണ്ട കാര്യം പറഞ്ഞത്. അങ്ങനെ കോടതി വിധി 2019 നമുക്ക് വിധി വരികയാണ്. പിന്നെ അതിനിടയ്ക്ക് നമ്മൾ വിചാരിക്കും ഇത്രയും പെട്ടെന്ന് അമ്പലപ്പണി കഴിഞ്ഞ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ള കേട്ടാ. ഈ ഇവിടുന്ന് ശശിയേട്ടൻ പറഞ്ഞ മാതിരി ഓരോ ദിക്കിനും 1000-2000 രൂപ കാശ് ഇപ്പോഴത്തെ അവിടെ വേങ്ങിയിട്ടൊന്നുമില്ല. ഉടൻ തന്നെ കരിങ്കല്ല് കൊണ്ടുവന്ന് അതിൻ്റെ അന്ന് തൊട്ട് തുടങ്ങിയിട്ട് പണി രാജസ്ഥാനിൽ നിന്ന് വന്നിട്ട് അതാണ് ഇത്രയും പെട്ടെന്ന് ഈ പണി ഇത്രയും പെട്ടെന്ന് തീരാൻ കാരണം. ഒരു ആളിൽ എല്ലാ ശ്രീരാമ ഭക്തരുടെ കാശ് കൊണ്ടാണ് ഈ സാധനം നടന്നേക്കുന്നത്. അല്ലാണ്ട് മറ്റേ രാഷ്ട്രീയക്കാരോ നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് കാശില്ല, സംസ്ഥാനത്തിൻ്റെ ഒരാടി മേടിച്ചില്ല, എല്ലാ ഭക്തന്മാരുടെ കാശിനാണ്. ഈ പള്ളിയുടെ ഭാഗത്ത് നിന്ന് തന്നെ എത്രയോ പ്രവർത്തകർ 1 രൂപ കിട്ടിയാൽ അല്ല 5 രൂപ കിട്ടിയാൽ നല്ലൊരു ഇതാണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരെണ്ണം വിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നടത്തി. അപ്പോൾ എനിക്കിത് കാണാൻ പറ്റുന്ന ഈ അമ്പലപ്പണി കാണാൻ പറ്റുന്ന ഈ ജമ്പത്ത് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം ശ്രീരാമൻ്റെ ഇതുകൊണ്ട് പറ്റിയതാണ്. നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് സാധിച്ചില്ലെങ്കിലും അടുത്ത തലമുറയ്ക്കും പറ്റിയിട്ടാണ് കണക്കൂട്ടിയത്. എല്ലാ ഭക്തരുടെ അനുഗ്രഹം കൊണ്ടും ശ്രീരാമൻ്റെ ഇതുകൊണ്ടും നമുക്ക് നടന്നു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇനി പറയാണെങ്കിൽ കുറേ ഉണ്ട്, നമുക്ക് പറ്റിയില്ല. കുറേ അനുഭവങ്ങൾ ഇനി പറയാണ്ട്. അത് ഒരു ഇനി അവിടെ പള്ളി നമ്മുടെ അവിടെ ചോദിച്ചിട്ടുണ്ട്. അവിടെ ഒന്ന് പോകാം.